നമസ്കാരം. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ ദൈവതുല്യനായി കേരളത്തിൽ ജനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തെ വിറ്റ് പൈസയാക്കുന്ന കള്ളന്മാരാണ് SNDPയുടെ പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ള എന്തെന്നുള്ള കാര്യം നമുക്കറിയാം. ഈഴവരുടെ ഉന്നമനം എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി കോടാനുകോടി രൂപ സമ്പാദിച്ചിട്ടുള്ള ഒരു മാഫിയ തലവനാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതിയിൽ കർശനമായിട്ട് ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ജൂൺ 15 എല്ലാ കേസുകളും അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും ഭീകരമായ മറ്റൊരു കേസുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അതിൻ്റെ എല്ലാം പാപഭാരം തലയിൽ കെട്ടിവെച്ച് KK മഹേഷ് എന്ന് പറയുന്ന കണിച്ചുകുളങ്ങര സെക്രട്ടറിയുടെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി, അദ്ദേഹത്തിനെ പ്രതിയാക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുകയും വെള്ളാപ്പള്ളി നടേശൻ ആരാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് KK മഹേഷ്. അദ്ദേഹം മരിക്കുമ്പോൾ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പ് ഞെട്ടിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ SNDP സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആരാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ആരാണ്, അതേപോലെ സംസ്ഥാന പ്രസിഡന്റ് സോമൻ ആരാണ്, ഈ SNDP പ്രസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന തട്ടിപ്പുകളുടെ വ്യക്തമായ വിവരണമാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത് പ്രസിദ്ധീകരിക്കും. ഇത് കേരളീയർ എല്ലാവരും, പ്രത്യേകിച്ച് ഈഴവർ എല്ലാവരും, SNDP പ്രവർത്തകർ പൂർണ്ണമായും വായിക്കേണ്ട, കേൾക്കേണ്ട ഒരു ആത്മഹത്യാക്കുറിപ്പാണ്. ഈ ആത്മഹത്യാക്കുറിപ്പ് പ്രകാരം വെള്ളാപ്പള്ളി നടേശനും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. 10 വർഷം ജയിൽ ശിക്ഷ കിട്ടുന്ന, ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടുന്ന മരണക്കുറിപ്പാണ് KK മഹേഷിൻ്റെ ഈ ആത്മഹത്യാക്കുറിപ്പ്. ഇത് വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന ആത്മഹത്യാക്കുറിപ്പാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം ആണ് ഇതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത്. ബഹുമാനപ്പെട്ട SNDP യോഗം ജനറൽ സെക്രട്ടറിയും SN ട്രസ്റ്റ് സെക്രട്ടറിയും കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡൻറ്റുമായ എൻ്റെ ജീവിത പങ്ക്താവിൽ വെളിച്ചവും വഴികാട്ടിയും എൻ്റെ അച്ഛനു തുല്യം ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾക്ക് ഏറെ വേദനയോടും ആത്മസംഘർഷത്തോടും ഒപ്പം ശരിയായ അർത്ഥത്തിൽ ഈ കാര്യങ്ങൾ അങ്ങ് മനസ്സിലാക്കുമെന്ന ശുഭപ്രതീക്ഷയോടും കൂടി സമർപ്പിക്കുന്ന എൻ്റെ ഹൃദയസ്പർശിയായ അപേക്ഷ എന്ന പേരിലാണ് അദ്ദേഹം ഈ ആത്മഹത്യാക്കുറിപ്പ് തുടങ്ങുന്നത്. ഞാൻ അങ്ങുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ 15 ആകുമ്പോൾ 31 വർഷമായി, അതായത് 3 പതിറ്റാണ്ട് സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ ഒട്ടനവധി മേഖലകളിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അല്പം പോലും സങ്കോചമില്ലാതെ പറയട്ടെ, ചാരായ ഗോഡൗണിൽ പണിയെടുത്തു തുടങ്ങിയ എൻ്റെ പ്രവർത്തനം തൊട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ ഞാൻ അങ്ങയുടെ ജീവനക്കാരനും വെൽവിഷറും ഫോളോവറും സഹപ്രവർത്തകനും സഹായിയും എന്ന് വേണ്ട ഏത് മേഖലയിൽ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഞാനും അങ്ങയോടൊപ്പം അന്നും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ കൃത്യമായി പറയുന്ന സംഭവം, ചാരായ ഷോപ്പ് വെള്ളാപ്പള്ളി നടേശനുണ്ടായിരുന്നു. മദ്യം തുടരുത്, അത് വർജിക്കണമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ തലയിലേറ്റി നടക്കുന്നു എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ചാരായ ഷോപ്പിൻ്റെ ഉടമയായിരുന്നു എന്ന് KK മഹേഷ് വ്യക്തമാക്കുകയാണ്. ഇനിയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. ഈ കാലയളവിൽ അങ്ങേക്ക് ഞാനായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഈ കാലയളവിൽ ഞാൻ അങ്ങിൽ നിന്ന് 1 രൂപ പോലും കടം വാങ്ങിയിട്ടില്ല. എൻ്റെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ഒരു അഡ്മിഷൻ ചോദിച്ചിട്ടില്ല. എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ബന്ധുക്കൾക്കോ ഒരു ജോലി ചോദിച്ചിട്ടില്ല, വാങ്ങിയിട്ടില്ല. ഐശ്വര്യ ട്രസ്റ്റിൽ നിന്നോ ദേവസ്വത്തിൽ നിന്നോ ഞാൻ നാളിതുവരെ ഒരു വായ്പയും എടുത്തിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ ആൾ എന്ന നിലയിൽ എവിടെയെങ്കിലും ആളുകളുമായി പോയി അടിച്ചു പൊളിച്ചിട്ട് അങ്ങേക്ക് പോയി മാപ്പ് പറയേണ്ട സാഹചര്യം ഞാനായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിൽ വഴക്കുണ്ടാക്കി എന്ന പരാതിയുടെ പേരിൽ അങ്ങേക്ക് ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. മദ്യപിച്ച് നടക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇടപെടേണ്ടി വന്നിട്ടില്ല. വഴി നീളെ നോട്ട് കെട്ടുകൾ എറിഞ്ഞിട്ടിട്ടില്ല. ഡ്രൈവറെ വിട്ട് എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളെ തല്ലിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ ഒരു വിഷയത്തിലും അങ്ങേക്ക് ഇതുവരെ ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഞാനായിട്ട് വരുത്തിയിട്ടില്ല. ഇനി എനിക്ക് ഫെഡറൽ ബാങ്ക് മാരാരിക്കുളം, യൂണിയൻ ബാങ്ക് കടവൂർ, ധനലക്ഷ്മി ബാങ്ക് കണിച്ചുകുളങ്ങര എന്നീ 3 ബാങ്കുകളിലും എൻ്റെ ഭാര്യയ്ക്ക് ശമ്പളം ക്രെഡിറ്റ് ആക്കുന്നതിന് SBI മുഹമ്മ എന്ന ഇവിടങ്ങളിലുമായി അക്കൗണ്ട് ഉള്ളത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകം കവറിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഹൗസിംഗ് ലോൺ, കാർ ലോൺ, KSFE ചിട്ടി സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. എൻ്റെ പേരിൽ വീടിനോട് ചേർന്ന് 20 സെൻറ്റ് സ്ഥലവും എൻ്റെ ഭാര്യയുടെ പേരിൽ ഞങ്ങൾ താമസിക്കുന്ന വീടും 15 സ്ഥലവും മാത്രമാണ് എനിക്കുള്ള ആകെയുള്ള ഭൂമി.
ഏകദേശം 42 പവൻ സ്വർണ്ണാഭരണം ഉണ്ടാകും. എനിക്ക് ബാങ്ക് ലോക്കർ ഒരു സ്ഥലത്തുമില്ല. എൻ്റെയോ ഭാര്യയുടെയോ മകൻ്റെയോ പേര് ഒരു ബാങ്കിലുമില്ല. വ്യക്തിപരമായി എനിക്ക് യാതൊരുവിധ ക്രിമിനൽ കേസോ സിവിൽ കേസോ ഇല്ല. എന്നാൽ ഇപ്പോൾ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വിവിധ യൂണിയനുകളിൽ വിജിലൻസ്, ക്രൈംബ്രാഞ്ച് തുടങ്ങിയ ഉൾപ്പെടെ എൻ്റെ പേരിൽ 20-ൽ പരം കേസുകളുണ്ട്. ഒരു ഒപ്പിടാനോ ഒരു സർട്ടിഫിക്കറ്റ് നൽകുവാനോ അധികാരമില്ലാതെ വിവിധ ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും എടുത്തു എന്നൊരു കാരണത്താൽ മാത്രമാണ് ഇത്രയും കേസ്. മറ്റൊന്ന്, അങ്ങയ്ക്ക് വേണ്ടി ബിനാമി പേരിൽ ചേർത്തല റേഞ്ചിലെ 2ാം ഗ്രൂപ്പിൽപ്പെട്ട TS നമ്പർ 8, 18, 12, 13, 14 എന്നീ കള്ളു ഷോപ്പുകൾ കഴിഞ്ഞ 22 വർഷമായി നടത്തിയതിൻ്റെ പേരിൽ 18 കേസ്. ഇതാണ് എൻ്റെ ആസ്തി ബാധ്യത ചരിത്രം. കാരണം ബിനാമികളെ വെച്ചിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ കള്ളു ഷോപ്പുകളും മദ്യ ഷോപ്പുകളൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെ ഒരാളായിരുന്നു മഹേശൻ. ഇതുകൂടാതെ ഒട്ടനവധി നന്മകൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന 3-4 മുഹൂർത്തങ്ങൾ എൻ്റെ മൂത്തമോൻ റാങ്കോടുകൂടി എഞ്ചിനീയറിംഗ് പാസ്സായപ്പോൾ പ്രീതി ചേച്ചി വിളിച്ച് ആരുമയുടെ വെള്ളാപ്പള്ളിയിലെ പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്നത് സ്വർണ്ണമാല അവൻ്റെ കഴുത്തിൽ അണിയിച്ചത്. ഞാനും അങ്ങും ഒന്നിച്ച് അങ്ങയുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ ഒടുവിൽ ഒരു കഷ്ണം ബ്രെഡ് അങ്ങ് എടുത്ത് കൈകൊണ്ട് കീറി വലതു കൈയിൽ ഭക്ഷണം കഴിച്ച കൈയിൽ ഇരുന്ന ഭക്ഷണം എനിക്ക് തന്നത്. അനിയൻ വക്കീൽ പിണങ്ങിപ്പോവുകയും അശോകൻ അബോധാവസ്ഥയിലാവുകയും ചെയ്തപ്പോൾ SN ട്രസ്റ്റിൻ്റെ ഇലക്ഷൻ നടത്തുവാൻ എന്നെ ഏൽപ്പിച്ചത് ആ വിശ്വാസം അതൊന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും. SNDP യുഗം എന്ന മഹാപ്രസ്ഥാനത്തെ സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്കും അവരുടേതാണ് ഈ സംഘടന എന്ന നിലയിൽ അങ്ങനെ അതിനെ ചേർത്ത് പിടിക്കുവാൻ പരിശീലിപ്പിച്ചത് അങ്ങയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് യോഗ ചരിത്രത്തിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ കുമാരനാശാൻ്റെയും TK മാധവൻ്റെയും C കേശവൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും R ശങ്കറിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളുടെ സമഞ്ജസമായ സമ്മേളനമാണ് അങ്ങയുടെ കാലഘട്ടം എന്ന് ഞാൻ പലപ്പോഴും എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ മൂന്നാറിലെ ക്യാമ്പിൽ യോഗ ചരിത്രത്തിലെ അധികായകന്മാരുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ അവതരിപ്പിച്ച പ്രബന്ധത്തിന് വലിയ സ്വീകാര്യമായിരുന്നു. എനിക്ക് അന്ന് ഭൂരിപക്ഷം വരുന്ന യൂണിയൻ നേതാക്കന്മാർ ലഭിച്ചത്. പ്രത്യേകിച്ച് ചരിത്രം എഴുതിയ സത്യൻ സാർ, രാജൻ ബാബു സാർ, സോമൻ ഡോക്ടർ, PT മന്മഥൻ, അതെല്ലാം എൻ്റെ ഓർമ്മകളായി ഇന്നും നിലനിൽക്കുന്നു. ഗുരുദർശനം ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിനും അതിൻ്റെ പ്രചരണം ഇത്രയും ജനകീയമായി സംഘടിപ്പിച്ച ഒരു കാലഘട്ടവും ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമുക്ക് ഓരോരുത്തർക്ക് അഭിമാനിക്കാവുന്നതാണ്. എൻ്റെ ചരിത്രരചന അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആ നിലയിൽ അങ്ങ് എക്കാലവും സ്മരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരു സംഘാടകൻ എന്ന നിലയിലുള്ള അങ്ങയുടെ ഏറ്റവും വലിയ വിജയം ഓരോ പ്രവർത്തകനെയും ഉപയോഗപ്പെടുത്തുന്നതിനുള്ള അങ്ങയുടെ അപാര കഴിവാണ്. അതിനെ എൻ്റെ ചരിത്ര പുസ്തകത്തെ ഉദാഹരണ സഹിതം പ്രതിപാദിക്കുന്നുണ്ട്. ഗുരുവിനോടൊപ്പം നിന്ന മഹാകവി കുമാരനാശാന് ഗുരുവിൻ്റെ നോട്ടത്തിൻ്റെയും മൗനത്തിൻ്റെയും മന്ദഹാസത്തിൻ്റെയും നയനങ്ങളിൽ ആഘാതതയും കണ്ട് മനസ്സിലാക്കി. എങ്ങനെ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയോ അതുപോലെ അങ്ങയുടെ കാലഘട്ടത്തെ എനിക്ക് അനാവരണം ചെയ്യാൻ കഴിയും. അതിൻ്റെ രചന തുടങ്ങിയിട്ട് 1.5 വർഷം പിന്നിടുന്നു. മറ്റുള്ളവരുടെ രചനകളെല്ലാം ഞാനും അങ്ങും പ്രതീക്ഷിച്ച് ചെയ്യും അശോകനും ബ്രീഫ് ചെയ്തതു മാത്രമാണ്. അവിടെ ഞാൻ അങ്ങയോടൊപ്പം നീന്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അതിന് ജീവിത ഗന്ധമുണ്ടാകും. ഇതിന് മാപ്പിളശ്ശേരിയുടെ നിഷ്കളങ്കതയും മാലൂരാനെ പോലുള്ളവരുടെ കൗശലവും പൊഴിക്കൽ ധനേശനെ പോലുള്ളവരുടെ അർപ്പണമനവും പന്നി പൊന്നൻ്റെ ധർമ്മത്തിനും KR ബാഹുലിയനെ പോലുള്ളവരുടെ വിടുവായത്വത്തിൻ്റെയും പട്ടിണി വർഗീസിൻ്റെ സഹനവും ഒപ്പം ജർമ്മൻ രാജപ്പനെ പോലുള്ളവരുടെ കുശാഗ്രപതിയും ചാരങ്ങാട് കുഞ്ഞിൻകുട്ടൻ മുതലാളിയുടെ പകയും പൊഴിക്കൽക്കാരുടെ ഇടംപിരിയും PK സുരേന്ദ്രനെ പോലെ ഉള്ളവരുടെ നാക്കും രാജപ്പൻ മുതലാളിയെ പോലുള്ളവരുടെ പക്വതയും ആദിക്കുട്ടി ശാന്തിയുടെയും ദാമോദരൻ ശാന്തിയുടെയും സംസർഗവും VS മുതൽ ആന്റണി വയലാർ വി, M വെങ്കരാഘവൻ, ശങ്കർ സാർ, പ്രതാപ് സിംഗ്, നാരായണ പണിക്കർ, ഷൗക്കത്ത്, റഷീദ്, തീപ്പന്നം സുരേന്ദ്രൻ തുടങ്ങി പകലാശാൻ, കുമാരൻ വൈദ്യർ, കൃഷ്ണൻ വാപ്പൻ, പൊഴിക്കൽ ദിനേശൻ മുതലാളി, ജോൺസൺ, NK നാരായണൻ, പോളക്കുളം തുടങ്ങിയ ഒട്ടനവധി സഹവാസത്തിലൂടെ ലഭിച്ച കഴിവുകളെയും ഊട്ടിപ്പറയുമ്പോൾ എൻ്റെ ചരിത്രരചന സത്യസന്ധവും ഗ്രാമഭംഗിയും പച്ചയായ ജീവിതത്തിൻ്റെ ചൂടും ചൂരും അറിയുവാൻ കഴിയുന്ന ഒന്നാകും. അത് ഇതിൻ്റെ വഴിക്ക് പോകട്ടെ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു നിവേദനം അങ്ങേക്ക് തരുവാൻ ഒരു കാരണമുണ്ടായി. കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷമായി അങ്ങ് എന്നെക്കുറിച്ച് പലപ്പോഴും ചില ഓഫ് ആൻഡ് കമൻറ്റ്സ് നടത്തുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അത്തരം പരാമർശങ്ങൾ അങ്ങ് ആരെക്കുറിച്ചും ആരോടും പറയാറുണ്ട്. അതുകൊണ്ട് പണ്ടേ ഞാൻ ഇത് മനസ്സിലാക്കുകയും ഇത് കേൾക്കുമ്പോൾ അവിടെ കളയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരം ലൂസ് ലോക്കിന് അങ്ങയെ അടുത്തറിയാവുന്ന ആരും തന്നെ അതിൽ പരിഭവമോ പിണക്കമോ കാണിക്കുമായിരുന്നില്ല. അങ്ങ് പറയുന്നത് കേൾക്കുന്നവർ അത് വന്ന് പറയുമ്പോൾ എനിക്കൊരു അവകാശബോധമായിരുന്നു.
കാരണം സ്വന്തമാണെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ പറയാൻ കഴിയൂ. അത് ഒട്ടും തന്നെ പിന്നീട് ചിന്തിക്കാറുമില്ല. എന്നാൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായി അതിൻ്റെ താളത്തിലും ലയത്തിലും ഭാഷയിലുമൊക്കെ ചില വ്യതിയാനങ്ങൾ കണ്ടു തുടങ്ങി. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും പോയില്ല. കണിച്ചുകുളങ്ങര ഉത്സവം അടുത്തപ്പോൾ അത് നിരന്തരമായി അതിൻ്റെ ഭാഗമായി നടന്ന കാര്യങ്ങൾ എല്ലാം അങ്ങേക്ക് അറിയാം. എല്ലാം ഞങ്ങൾ ദേവിയിലും ഗുരുവിലും അർപ്പിച്ച് ഉത്സവം ഭംഗിയായി നടന്നു. അതുപോലെ കണിച്ചുകുളങ്ങര യൂണിയന് കോർപ്പറേറ്റ് സ്ഥാപനത്തെ പോലെ എല്ലാവിധ സൗകര്യത്തോടും ഭംഗിയോടും കൂടി ഓഫീസുണ്ടാക്കി എല്ലാ ദേവിയുടെ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടും അങ്ങയുടെ പിന്തുണയോടും കൂടി നടന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായി ചള്ളിയുടെ മരുമകനുമായി ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ അശോകൻ അയാളോട് പറഞ്ഞപ്പോഴാണ് എന്നോടുള്ള ശത്രുതയുടെ കാരണം മനസ്സിലായത്. സൈബർ സേന വിഷയം ചർച്ച ചെയ്തപ്പോൾ അങ്ങ് ആര്യനോട് എന്നെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചപ്പോൾ അവന് അറിയില്ലായിരുന്നു ഇങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അശോകൻ ആര്യനെ അദ്ദേഹത്തിന് മുറിയിലിരുത്തി പറഞ്ഞു, ഇത്രയും മഹേശനെ കുറിച്ച് കേന്ദ്രം പറയുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ ആര്യൻ ചോദിച്ചു, സാറേ എന്താണ് കേന്ദ്രം അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ അശോകൻ പറഞ്ഞത് കണിച്ചുകുളങ്ങര ദേവസ്വത്തിൽ 1 കോടി രൂപയുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഐശ്വര്യ ട്രസ്റ്റുമായി നടത്തിയിട്ടുണ്ട്. അത് മഹേശൻ മനസ്സിലാക്കുകയും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അത് തീരെ വെക്കണം എന്ന് നിലപാട് സ്വീകരിച്ചുവെന്നും അതിൻ്റെ ഭാഗമായി 65 ലക്ഷം രൂപ കേന്ദ്രം വെക്കേണ്ടി വന്നു എന്നും അതാണ് അവർ തമ്മിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു. ഈ വിഷയം ആര്യനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോഴാണ് അങ്ങേക്ക് എന്നോടുള്ള ശത്രുവിൻ്റെ കാരണം മനസ്സിലായത്. അതുകൊണ്ടാണ് അപ്പോൾ ഒരു അപേക്ഷ അങ്ങേക്ക് സമർപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് എടുത്തത് എന്ന് അങ്ങ് ശ്രദ്ധയോടെ മനസ്സിലാക്കണം. 2018 മാർച്ച് 31 കണക്കനുസരിച്ച് കണിച്ചുകുളങ്ങര ദേവസ്വത്തിൻ്റെ ഒരു SBI അക്കൗണ്ട് ഐശ്വര്യ ട്രസ്റ്റുണ്ട്. ആ അക്കൗണ്ടിൽ ദേവസ്വത്തിൻ്റെ 10,41,540 രൂപ ഉണ്ടായിരുന്നു. ഇത് വളരെ വർഷങ്ങളായി കിടക്കുകയും ഓരോ വർഷവും ദേവസ്വം അക്കൗണ്ടിൽ പലിശ വരവയ്ക്കുകയും ചെയ്തു. GRK നായർ കമ്പനി ദേവസ്വം കണക്കും ഐശ്വര്യ ട്രസ്റ്റിന് കണക്കും ഓഡിറ്റ് ചെയ്ത് എല്ലാ വർഷവും ഈ പണം ഐശ്വര്യ ട്രസ്റ്റിൽ നിന്നും പിൻവലിച്ച് ബാങ്കിൽ FD നിക്ഷേപം നടത്തണമെന്നും ഐശ്വര്യ ട്രസ്റ്റ് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നും കാണിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സ്ഥിരമായി നൽകിയിരുന്നു. ആ കമ്മിറ്റിയിലും പൊതുയോഗത്തിലും ആ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടില്ല. ആരാണ് ഓഡിറ്റ് റിപ്പോർട്ട് GRK നായർ കമ്പനി എന്ന് ഒപ്പിട്ട് വാങ്ങിയെന്ന ഓഡിറ്ററുമായി ബന്ധപ്പെട്ടെല്ലാം അറിയുവാൻ കഴിയൂ. പിന്നീടുള്ള സംഭവം അക്കാലത്തെ ദേവസ്വം സെക്രട്ടറിയും ഐശ്വര്യ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയുമായ D രാധാകൃഷ്ണൻ പറഞ്ഞതാണ്. ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് പറഞ്ഞ ഭാഗം ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ട് അശോകനെ ഓഡിറ്ററെ സമീപിച്ചെന്നും അവർ അതിന് തയ്യാറല്ലെന്ന് പറയുകയും അന്ന് മുതൽ പുതിയ ഓഡിറ്ററായി കുമാർ സാറിനെ തീരുമാനിക്കുകയും തുടർന്നിങ്ങോട്ട് വന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ ആ ഭാഗം ഒഴിവാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നേരത്തെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ചെയ്തില്ല എങ്കിൽ ഐശ്വര്യ ട്രസ്റ്റിൽ നിന്നും കിട്ടുവാനുള്ള തുക ഭരണസമിതിയുടെ വ്യക്തിപരമായ ബാധ്യതയെ മാറും എന്നും രാധാകൃഷ്ണൻ സാറിന് നിയമോപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എൻ്റെ പേരുള്ള വസ്തുക്കൾ പേര് മാറ്റുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഈ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഒരിക്കൽ സുബകേശൻ മുതലാളി വിവരാവകാശ നിയമത്തിലൂടെ ചോദിച്ചതും രാജൻ ബാബു സാറിൻ്റെ അഭിപ്രായപ്രകാരം ക്ഷേത്രം വിവരാവകാശ നിയമത്തിൽ വരില്ല എന്നുള്ള മറുപടിയാണ് അന്ന് കൊടുത്തത്. തുടർന്ന് ഞാൻ നടത്തിയ അന്വേഷണത്തിലും അതിൽ ഒരു വലിയ അപകടം പതിയിരിക്കുന്നതായി മനസ്സിലാക്കി. SBI അക്കൗണ്ടായി കിടക്കുന്ന പണം തിരികെ എടുക്കണമെന്ന് എന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കുകയും അതായത് കമ്മിറ്റിയിലെ പൊതുയോഗത്തിൽ അവതരിപ്പിക്കാതെ മറച്ചു പിടിക്കുകയും മേൽപ്പടി പണം നഷ്ടപ്പെടുകയും ചെയ്താൽ ഭരണസമിതി മാത്രമായിരിക്കും ഉത്തരവാദി എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ സാർ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്തതും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ ഭരണകാലത്ത് ഒരാളും ഇത് അറിയത്തില്ല, ആരും അന്വേഷിക്കത്തുമില്ല. അതിനുശേഷം വരുന്ന ഭരണസമിതി ഇത് മനസ്സിലാക്കി കേസ് ഫയൽ ചെയ്താൽ ജീവിച്ചിരിക്കുന്ന ഭരണസമിതിയുടെ വ്യക്തിപരമായ ബാധ്യതയെ അത് മാറുകയും നിരപരാധികളായി ഞങ്ങൾ ഓരോരുത്തരും വലിയ കിടക്കണിയിലാവുകയും ചെയ്യും. അത് അറിഞ്ഞുകൊണ്ട് സ്വയം വീഴുകയും മറ്റുള്ളവരെ അതിൽ വീഴ്ത്തുകയും ചെയ്യുന്ന നീതികേടാകുമെന്ന് ആ പണം തിരിച്ചടയ്ക്കണമെന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞത്. അല്ലാതെ അങ്ങയെ ചതിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഒരു ഉദ്ദേശവും എനിക്കില്ലായിരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിലൊന്നും ഞാൻ അറിഞ്ഞതായി ഭാവിച്ചില്ലല്ലോ. താഴെ പറയുന്ന ഓരോന്നും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. PK ധനേശൻ സ്കൂൾ മാനേജർ സ്ഥാനം ഒഴിയുമ്പോൾ VHSS, HSS എന്നീ വിഭാഗങ്ങളുടെ 3 നിലകളുള്ള 2 കെട്ടിടങ്ങൾ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളോടുകൂടി പണി പൂർത്തിയാക്കുകയും മിച്ചം ഉണ്ടായിരുന്ന 17 ലക്ഷം രൂപ അങ്ങേ ഏൽപ്പിച്ചു. അത് അദ്ദേഹം കമ്മിറ്റിയിൽ പറഞ്ഞതാണ്. ഞാൻ അന്ന് സ്കൂൾ കമ്മിറ്റിയിലുണ്ടായിരുന്നു. തുടർന്ന് വിശ്വപ്പൻ ചേട്ടൻ മാനേജറായി, അതിനുശേഷം തുഷാർജി മാനേജറായി, പിന്നെ ഇപ്പോൾ രാധാകൃഷ്ണൻ സാർ മാനേജറായി. ഈ 14 വർഷം കൊണ്ട് 15 നിയമനങ്ങൾ സ്കൂളിൽ നടന്നു. മാനേജറായിരുന്ന വിശ്വപ്പൻ ചേട്ടന് പ്രതിമാസം 10,000 രൂപ അലവൻസായി കൊടുത്തല്ല 1 രൂപ പോലും അമ്പലത്തിൽ വരവച്ചിട്ടില്ല, സ്കൂൾ കണക്കിലുമില്ല. ഈ കാലയളവിൽ ഗേൾസ് സ്കൂളിൻ്റെ 3 നിലകളുള്ള കെട്ടിടം
അത് അങ്ങയുടെ സപ്തതി സ്മാരകമായി ദേവസ്വത്തിൽ നിന്നും പണം എടുത്ത് പണിതതാണ്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതിയും ഇല്ല. തുഷാർജി സ്കൂൾ മാനേജറായിരുന്നപ്പോൾ സ്കൂൾ നടത്തിപ്പിൻ്റെ ചുമതല എന്നിലായിരുന്നു എന്നത് അങ്ങേക്ക് അറിയാമായിരുന്നില്ലേ? നല്ല വെടിപ്പായി 5 വർഷവും നടത്തി. 64% റിസൾട്ടായിരുന്നു. സ്കൂൾ 100% റിസൾട്ടൊക്കെ എനിക്ക് കഴിഞ്ഞു. ഞാൻ ആരെയും പഠിപ്പിച്ചിട്ടല്ല, പക്ഷേ അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മനോഭാവത്തിൽ മാറ്റം വരുത്തുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വിജയത്തിന് കാരണം. ഇന്നും ആ നിലവാരം പുലർത്തുന്നു. വിശ്വപ്പൻ ചേട്ടൻ വാങ്ങിയതുപോലെ 1 രൂപ പോലും അലവൻസായി ഞാൻ വാങ്ങിയിട്ടില്ല. അമ്പലത്തിൽ നിന്നും ഓണത്തിനും ഉത്സവത്തിനും കമ്മിറ്റിക്കാർ അലവൻസ് വാങ്ങാറുണ്ട്. അതും ഞാൻ ഇന്നേവരെ വാങ്ങിയിട്ടില്ല. എല്ലാ വർഷവും ഉത്സവത്തിന് അങ്ങയുടെ വീട്ടിൽ പന്തലും ലൈറ്റ് ആൻഡ് സൗണ്ടിനും പണം നൽകുന്നത് അമ്പലത്തിൽ നിന്നുമാണ്. ഏകദേശം 3.5 ലക്ഷം രൂപ വരും. അതും ഞാൻ അറിഞ്ഞതായി പോലും ഭാവിച്ചിട്ടില്ല. RECയുടെ പേരിൽ ഓരോ വർഷവും തെറ്റായ വൗച്ചറിട്ട് രാധാകൃഷ്ണൻ നായർ സാർ പണം എടുത്തിരുന്നു. അശോകൻ പറഞ്ഞിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. 14/2/2020 207 നമ്പർ വൗച്ചറായി 2 ലക്ഷം രൂപയുടെ കള്ള വൗച്ചറിട്ട് പണി എടുത്തു. അത് ഞാൻ അങ്ങയുടെ വീട്ടിൽ വെച്ച് നടന്ന കമ്മിറ്റി തെളിവ് സഹിതം പറഞ്ഞപ്പോൾ കള്ള വൗച്ചറിൻ്റെ കോപ്പി ഇതോടൊപ്പം ആ വർഷത്തേത് മാത്രം തിരികെ വരവ് വെച്ചു. ഇതിൽ ഇപ്പോൾ പരിശോധിച്ചാൽ ഇതിന് മുൻപുള്ള ഓരോ വർഷവും ഇത്തരത്തിൽ കള്ള വൗച്ചർ കാണുവാൻ സാധിക്കും. ഞാൻ പിന്നീട് അത് കുത്തിപ്പൊക്കിയിട്ടില്ല. ഇത്തവണത്തെ ഉത്സവ പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന ചർച്ചക്കൊടുവിൽ അത് അങ്ങ് ഒരു ചോദ്യം ചോദിച്ചു, ആരാണ് പൊതുയോഗത്തിന് ബിരിയാണി ഓർഡർ ചെയ്തതെന്ന്. അശോകൻ പറഞ്ഞു അശോകനാണെന്ന്. ഒരു ചിക്കൻ ബിരിയാണിക്ക് 105 രൂപ അന്ധകരണമാണെന്ന് അങ്ങ് പറഞ്ഞു. ഇനി മുതൽ ഞാൻ ഏർപ്പാട് ചെയ്തു കൊള്ളാം എന്നും ഞാൻ അങ്ങ് പറഞ്ഞു. ബിരിയാണിക്ക് കടയിൽ 100 രൂപ മാത്രം, 100 എണ്ണമായാൽ 90 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ 3000-നോ ഇനി ആകെ യോഗത്തിൽ പങ്കെടുത്തേക്കുന്നത് 750 പേർ. ബിരിയാണി കഴിക്കാൻ 1000 പേരെ കൂട്ടാം. ഒരാൾ ഒരെണ്ണം വെച്ച് കൊണ്ടുപോയാൽ പോലും 2000 നമ്മൾ ഓർഡർ കൊടുത്തതിന് 3000 ഒരിക്കലും തികയാറുമില്ല. എല്ലാ വർഷവും ഏർപ്പാടാണിത്. ഓരോ വർഷവും ഉത്സവത്തിന് മുൻപായി കടലേലം അങ്ങ് വന്നിരുന്നത് പരസ്യമായി വിളിച്ച് ഉറപ്പിച്ച് നടത്തി വരുന്നു. എല്ലാ വർഷവും വലിയ അഴിമതി ഇതിലുണ്ട്. ഈ വർഷം മാത്രം ലേലം വിളിച്ച തുകയും കിട്ടിയ തുകയും തമ്മിൽ 16,64,000 രൂപയുടെ കുറവുണ്ട്. ഞാൻ അതിനെ സംബന്ധിച്ച് അങ്ങയോട് 2 തവണ പറഞ്ഞിട്ട് അങ്ങ് കേട്ട പാലായി ഭാവിച്ചിട്ടില്ല. രസീത് എഴുതാതെ പണം വാങ്ങിയതിൻ്റെ തെളിവുകളുമുണ്ട്. ഞാൻ ഈ കാര്യം ഒന്നും പരാമർശിച്ചിട്ടില്ല. ഇപ്പോൾ ക്യാഷ് ബാലൻസിൽ 1,90,000 രൂപയുടെ കുറവുണ്ട്. അത് രാധാകൃഷ്ണൻ സാർ വാങ്ങിയതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദേവസ്വം പ്രസിഡന്റ് ക്യാഷ് ബാലൻസ് കൂടുതലായി കാണുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ കണക്ക് എന്താണെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ദേവസ്വം ഉത്സവം കഴിഞ്ഞ ഒരു ദിവസം അശോകൻ അമ്പലത്തിൽ വന്ന് മപ്പിയണ്ണനോട് ദേവസ്വം സെക്രട്ടറി പറഞ്ഞു, അമ്പലത്തിൽ നിന്ന് രാധാകൃഷ്ണൻ സാർ കുറച്ച് പൈസ പറ്റുണ്ട്, അത് RECയുടെയോ പന്തലിൻ്റെയോ കണക്കിൽ ചെലവെഴുതി ക്ലോസ് ചെയ്യുവാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ RECയുടെ ഒരു വൗച്ചർ ഒപ്പിട്ടെന്നാൽ ചെലവെഴുതാം, അല്ലാതെ ഞാൻ ചെയ്യില്ല. ഇപ്പോഴും ഈ പണത്തിൻ്റെ കുറവ് ക്യാഷ് ബാലൻസിലുണ്ട്. മാർച്ച് 31 ക്യാഷ് ക്ലോസ് ചെയ്തപ്പോൾ ചോദിച്ചപ്പോൾ രാധാകൃഷ്ണൻ സാർ മൈക്ക് മലർത്തി പറഞ്ഞു, ഇത് ഐശ്വര്യ ട്രസ്റ്റ് കേസ് പിൻവലിക്കാൻ വാദിയായ KK രമണന് കൊടുത്തു എന്നാണ് അശോകൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് ആരും ഒന്നും ചോദിച്ചിട്ടില്ല. അശോകൻ്റെ വീട്ടിലെ ഗരുഡൻ തൂക്കത്തിന് സെക്യൂരിറ്റി ഭാഗത്തിൻ്റെ ചെലവ് അമ്പലത്തിൽ കണക്കെഴുതി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. VM മുരളി ദേവസ്വം മാനേജറായിരുന്നപ്പോൾ അന്നപൂർണേശ്വരി ക്ഷേത്രം പണിത ഇനത്തിൽ 2,24,050 രൂപയുടെ കണക്കില്ലാതെ എഴുതി തള്ളിയത് ഞാനും KS തങ്കപ്പനും D രാധാകൃഷ്ണൻ കൂടിയാണ്. അതും അങ്ങേക്ക് അറിവുള്ളതാണ്. നാഷണൽ ബംഗ്ലാവിൽ അപ്പുചേട്ടൻ ട്രഷറായിരുന്നപ്പോൾ 25,000 അമ്പലത്തിൽ നിന്ന് D രാധാകൃഷ്ണൻ കൊടുത്തു. ഇനി വാങ്ങിയിട്ട് കുറേ നാൾ കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അങ്ങയുടെ ഷാപ്പ് നടത്തിയ നഷ്ടത്തിൽ വരവ് വെച്ചു എന്ന് അങ്ങയോട് പറയുവാൻ പറഞ്ഞു. അന്ന് തന്നെ അങ്ങയെ അറിയിച്ചു. കൂടാതെ D രാധാകൃഷ്ണനെയും PK ധനേശനെയും സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന പണം അമ്പലത്തിൻ്റെ സ്ട്രോങ് റൂമിൽ വയ്ക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഇപ്പോൾ ആധുനിക സംവിധാനമല്ലേ, 16 ക്യാമറയുണ്ട് അമ്പലത്തിൽ. ഒടുവിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവന്നു വെച്ചതും അത് പല പ്രാവശ്യം തിരികെ എടുത്തതും എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. ഒരു വാക്കുപോലും ഞാൻ ഇതേവരെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇതേവരെ ഈ വിവരവും ആരോടെങ്കിലും പറഞ്ഞാൽ അങ്ങേക്ക് പറയാമോ? സ്ട്രോങ് റൂം തുറക്കുന്നത് സെക്രട്ടറിയും CBയും ചേർന്നാണ്. അവിടുത്തെ ക്യാമറയുടെ ഓൺലൈൻ എൻ്റെ ഫോണുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങേക്ക് തരുവാനില്ലാത്ത പണം തരുവാനുണ്ടെന്ന് സമർത്ഥിക്കുകയും അങ്ങനെയല്ല എന്ന് അശോകനും ഞാനും മപ്പിയണ്ണനും പറഞ്ഞിട്ട് ഞങ്ങളെ ഹൊററും ടെററും ഉണ്ടാക്കി പണം എനിക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് ഡിമോണിറ്ററൈസേഷൻ ദിവസമായ 2017 മാർച്ച് 30 64,90,443 രൂപ അമ്പലത്തിൽ അക്കൗണ്ടിൽ നിന്നും ചെക്ക് എഴുതിയെടുത്തത് പിന്നീട് വലിയ വിനയായി മാറിയില്ലേ? അന്നേ ദിവസം ബാങ്കിൽ ഇല്ലാഞ്ഞിട്ട് അങ്ങ് തന്നെ നേരിട്ട് ധനലക്ഷ്മി ബാങ്ക് ഓഫീസിൽ ഹെഡ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞ്
പണം വരുത്തി, അതും ചെറിയ ഡിനോമിനേഷൻ കൂടിയായതിനെ 2 ചാക്കിൽ കെട്ടി മപ്പിയണ്ണനും സിബിയും കൂടി അങ്ങയുടെ വീട്ടിലെത്തിച്ചു. അന്ന് അങ്ങ് ഇല്ലാത്തത് ഒന്നിനാൽ ചേച്ചി ഏൽപ്പിച്ചു. പിന്നീട് ബാങ്ക് രേഖ പ്രകാരം ടാക്സിൻ്റെ ഇന്റലിജൻസ് ഭാഗം പരിശോധിക്കുകയും അതനുസരിച്ച് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും നോട്ടീസ് നൽകിക്കൊണ്ട് വിളിപ്പിച്ചതിൻ്റെ പശ്ചാത്തലം അങ്ങേക്കറിയാം. അന്ന് അങ്ങ് പറഞ്ഞതനുസരിച്ച് അമ്പലത്തിലെ ബുക്കിലിട്ട ചെലവിന് പണം വാങ്ങിയ പാർട്ടിക്ക് നോട്ടീസ് അയക്കാൻ ഇൻകം ടാക്സ് ഓഫീസർ തീരുമാനിച്ചപ്പോൾ കയ്യും കാലും പിടിച്ചതിന് കണക്കില്ല. ഇൻകം ടാക്സ് ഓഫീസർ പറഞ്ഞത് പഴയ നോട്ട് മാറിയതാണെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്യും എന്ന് ആണ് പറഞ്ഞത്. ഒടുവിൽ 13,94,000 രൂപ അടച്ചു തടിയൂരി. അതും അടയ്ക്കാതിരിക്കുവാൻ താങ്കളുടെ ഓഡിറ്റർ ജവഹർ വന്നിട്ട് ഇൻകം ടാക്സ് ഓഫീസറുടെ 2ാം ഡയലോഗിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആ കഥയും അങ്ങേക്ക് അറിയാം. ഇത് നമ്മുടെ കെ മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ ഒരു ഭാഗമാണ് ഞാൻ പുറത്തുവിടുന്നത്. ബാക്കി 2-3 ഭാഗങ്ങളായിട്ട് നാളെയും മറ്റന്നാളും 3 ദിവസമായിട്ട് ബാക്കി ഭാഗങ്ങൾ പുറത്തുവിടും. വളരെ ഞെട്ടിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഈ ആത്മഹത്യ കാരണം വെള്ളാപ്പള്ളി നടേശനും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്ന് അക്കമിട്ടിട്ട് വളരെ വിശദമായിട്ടാണ് കെ മഹേശൻ ഇതെല്ലാം എഴുതി വെച്ച് അവിടെ കെട്ടിത്തൂങ്ങി മരിച്ചത്. അദ്ദേഹത്തെ കൊന്നതാണോ കെട്ടിത്തൂങ്ങി മരിച്ചതാണോ നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് നമുക്ക് എന്തായാലും പറയാം. അതിനുള്ള ഒരു ആത്മഹത്യയാണെന്ന് പറയാം. കാരണം അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കൊലപാതക കുറ്റമാണ്. കാരണം ആത്മഹത്യ കാരണക്കാരാരാണ്? വെള്ളാപ്പള്ളിയും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്ന് കൃത്യമായിട്ട് ഈ ആത്മഹത്യാ രേഖയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗം നാളെ നമുക്ക് വിശദമായിട്ട് പറയാം. വെയിറ്റ് ചെയ്യാം.